കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാലോ എന്ന് കരുതി സുധീഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പുറകിൽ നിന്ന് രാജീവ് അവനെ വിളിക്കുന്നുണ്ട്. ഡ്രൈവർ എന്ന് വിളിക്കുമ്പോൾ അവനും ഒരു സംശയത്തോടെ തിരിഞ്ഞു നോക്കാണ്. ഞാൻ ഡ്രൈവർ എന്നല്ലേ വിളിച്ചേ, നീ എന്തിനാ തിരിഞ്ഞു നോക്കിയേ? എത്രയൊക്കെ മാറാൻ നോക്കിയാലും നീ അടിസ്ഥാനപരമായി അത് തന്നെയാണ്. അതുകൊണ്ട് മാഡത്തിനെയും കുഞ്ഞിനെയും സൂക്ഷിച്ചു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോവാ എന്നയാൾ പറയുമ്പോൾ സുധീഷും ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കി നിൽക്കാണ്. എന്താ ഇങ്ങനെ നോക്കുന്നേ, നീ ഡ്രൈവർ തന്നെയല്ലേ എന്നയാൾ ചോദിക്കുമ്പോഴേക്കും രാജീവേട്ടാ, ഞാൻ നിഹാരിയും കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹേമയും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതൊക്കെ നോക്കി നിന്ന അരുണും രാജീവിനോടായി ഇവനോടൊക്കെ ചാലഞ്ച് ചെയ്യുമ്പോൾ ഒരാഴ്ചയൊക്കെ അധികമല്ലേ അച്ഛാ? അച്ഛൻ നോക്കിക്കോ, വെറും 2 ദിവസം അതിനുള്ളിൽ ഇവൻ ഇവിടുന്ന് പോവും, അതും ഒറ്റയ്ക്ക്. ആ പോക്ക് ഏതുവരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് പറയുമ്പോൾ രാജീവും അവൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ വെല്ലുവിളിച്ച് 24 മണിക്കൂറേ ആയുള്ളൂ, അതിനുള്ളിൽ നിന്നെ ഞാൻ ഈ വീട്ടിലെ ഡ്രൈവറാക്കിയില്ലേ. ഇതൊരു തുടക്കം മാത്രമാ, നീ നോക്കിക്കോ, നിധി തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടും. പിന്നെ അവൾ ഈ വീട്ടിലായതിനു ശേഷമുള്ള നിന്റെ കാര്യം, അതിന് ഞാൻ വേറെ കണക്ക് വെച്ചിട്ടുണ്ട് എന്ന് രാജീവ് അവനോടായി പറയുമ്പോഴേക്കും ഹേമ നിഹാരയുമായി അങ്ങോട്ട് എത്തുന്നുണ്ട്. ശരി, സൂക്ഷിച്ചു പോയിട്ട് വാ എന്ന് രാജീവ് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് നിഹാരയും കൂട്ടി ഹേമയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സുധീഷും അവരുടെ പുറകെ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഹേ ഡ്രൈവർ എന്ന് വീണ്ടും രാജീവ് അവനെ വിളിക്കാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വണ്ടിയുടെ കീ എടുത്ത് അവന് നേർക്കെറിഞ്ഞു കൊടുക്കുകയാണ് രാജീവ്. അവൻ ആ കീ ക്യാച്ച് ചെയ്യുമ്പോഴേക്കും വെരി ഗുഡ്, സൂക്ഷിച്ചു പോയി മാഡത്തിനെ തിരികെ കൊണ്ടുപോവാ ഡ്രൈവറെ എന്നവനെ കളിയാക്കി വിളിക്കുന്നുണ്ട് രാജീവ്. അവിടെ ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിൽ രാത്രിയാകുമ്പോൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തു വെക്കാണ് ടിറ്റോവും ചന്തുവും. എല്ലാം പെട്ടെന്ന് എടുത്തു വെച്ചാൽ പെട്ടെന്ന് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ടിറ്റോ ഹരീഷിന്റെ അടുത്ത് വന്ന് ആശാനെ, ഞാൻ ഇന്ന് നേരത്തെ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താടാ ഇത്ര ധൃതി, വണ്ടികളൊക്കെ എടുത്തു വെക്കണ്ടേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അതിന് ചന്തുവും ആശാനും ഇല്ലേ എന്ന് ടിറ്റോയും ചോദിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി, എല്ലാ വണ്ടിയും എടുത്തു വെച്ചിട്ട് ഇന്ന് എന്തൊക്കെ വർക്ക് ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ നോട്ട് ചെയ്തിട്ട് പോയാൽ മതി എന്ന് ഹരീഷ് പറയുമ്പോൾ എന്നാ പിന്നെ ഞാൻ ഇവിടെ തന്നെ കിടക്കാം, അതാവുമ്പോൾ അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് ഇവിടെ വന്ന് കിടന്നാ പോരെ എന്ന് ടിറ്റോ പറയുമ്പോൾ ചിലപ്പോൾ അതും ചെയ്യേണ്ടി വരും എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നീതുവും തന്റെ വണ്ടിയും തള്ളിക്കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ആളെത്തി കേട്ടോ ആശാനെ എന്ന് ചന്തു വിളിച്ചു പറയുമ്പോൾ ഹരീഷും ഒരു ചിരിയോടെ എഴുന്നേറ്റ് അവളെ നോക്കുന്നുണ്ട്. എന്താ നീതു വണ്ടി തള്ളിക്കൊണ്ട് വരുന്നേ, പെട്രോൾ തീർന്നോ എന്ന് ചന്തു ചോദിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് നീതുവും പറയുന്നുണ്ട്. അത് ഇവിടുന്ന് ശരിയാക്കി കൊണ്ടുപോയതാണല്ലോ എന്നവൻ പറയുമ്പോൾ അത് ശരിയാക്കി തന്നവരോട് തന്നെ ചോദിക്കണം എന്ന് നീതുവും പറയാണ്. നിങ്ങളെ വിശ്വസിച്ച് വണ്ടി എടുത്തു പോയതാ, വീണ്ടും അതേ പ്രശ്നം എന്ന് നീതു പറയുമ്പോൾ അയ്യോ കട അടക്കാറായാലോ, നാളെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് ചന്തുവും പറയുന്നുണ്ട്. ആര് പറഞ്ഞു അടയ്ക്കാറായിന്ന്, ഇനിയും സമയമുണ്ടല്ലോ എന്ന് നീതു പറയുമ്പോൾ ഇനി നേരോ എവിടുന്ന് എന്ന് ടിറ്റോ ചോദിക്കുമ്പോൾ എടാ നീയും ചന്തുവും വേണമെങ്കിൽ പോയിക്കോ, ഞാൻ ഇത് നോക്കിയിട്ട് വരാം എന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഏയ് അതൊന്നും വേണ്ട, എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാം എന്ന് ചന്തുവും പറയാണ്. അതല്ലടാ രാവിലെ തൊട്ട് നിൽക്കല്ലേ, വേണമെങ്കിൽ പോയിക്കോ എന്ന് ഹരീഷ് വീണ്ടും പറയുമ്പോൾ അപ്പോൾ വണ്ടികളുടെ സർവീസിന്റെ കണക്കെടുക്കണ്ടേ എന്ന് ടിറ്റോ ചോദിക്കുന്നുണ്ട്. ആകെ 4 വണ്ടിയല്ലേ ഉള്ളൂ, അതിന്റെ എന്ത് കണക്കെടുക്കാനാ എന്ന് ഹരീഷ് പറയുമ്പോൾ നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ എന്ന് ടിറ്റോയും ചോദിക്കുന്നുണ്ട്. നീ ഒന്ന് പോകുന്നുണ്ടോ ടിറ്റോ എന്ന് ഹരീഷ് പറയുമ്പോൾ എടാ ചന്തു, ആശാനിത്തിരി സമാധാനമായിട്ട് ജോലി ചെയ്യണം തോന്നുന്നു, നമുക്കങ്ങ് പോയാലോ എന്ന് ടിറ്റോയും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ചന്തുവും രാത്രി നേരാണ്, ഇവളുടെ അച്ഛൻ ഓട്ടോ ചന്ദ്രൻ ഇതിലൂടെ വന്നാലേ എന്താവുന്നറിയാലോ, അതുകൊണ്ട് അധികം നേരം നിർത്താതെ ഇവളെ അങ്ങ് പെട്ടെന്ന് വിടാൻ നോക്ക് എന്ന് ഹരീഷിനോടായി പറയുന്നുണ്ട്. ഒന്ന് പോകാൻ നോക്കടാ എന്ന് ഹരീഷ് പറയുമ്പോൾ ആ ഞങ്ങൾ പോയിക്കോളാം പോട്ടെ സിസ് എന്ന് നീതുവിനോടും യാത്ര പറഞ്ഞ് അവർ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ടിറ്റോ ഓടി വന്ന് നീതുവിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആവുമ്പോഴേക്കും സ്റ്റാർട്ടായാലോ, ഐഡിയ കൊള്ളാം, പക്ഷേ ചന്ദ്രേട്ടൻ്റെ അടുത്ത് നടക്കില്ല, അതുകൊണ്ട് അച്ഛൻ വരുന്നതിന് മുന്നേ പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക് എന്ന് നീതുവിനോടായി പറഞ്ഞുകൊണ്ട് ഹരീഷിനോട് യാത്ര പറഞ്ഞ് അവനും ചന്തുവിന്റെ കൂടെ പോകുന്നുണ്ട്. ഹരീഷ് ഒരു ചിരിയോടെ നീതുവിന്റെ അടുത്ത് ചെന്ന് വേറെന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ വേറെന്ത്, ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ട് അതിന് റിപ്ലൈ തരാൻ ഇത്ര നേരം വേണോ എന്നവൾ ചോദിക്കുമ്പോൾ അത് പിന്നെ പഴക്കമില്ലല്ലോ എന്ന് ഹരീഷും ഒരു നാണത്തോടെ പറയുന്നുണ്ട്. അതൊക്കെ പഴകിക്കോളും എന്ന് അവൾ പറയുമ്പോൾ അവനും ഒരു ചിരിയോടെ അവളെ നോക്കുന്നുണ്ട്. ഹരീഷേ, നീ എന്നോട് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അല്ല, പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എന്താ കാര്യം എന്ന് അവൾ ചോദിക്കുമ്പോൾ എന്തോ അങ്ങനെ തോന്നി എന്ന് ഹരീഷും പറയുന്നുണ്ട്. അല്ല, അന്ന് സുഭാഷേട്ടന് വേണ്ടി എന്നോട് സംസാരിച്ചില്ലേ, അതോടെ നമ്മുടെ ഇടയിലുള്ളതെല്ലാം തീർന്നു എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ അതാണ് തുടക്കമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായേ. നിന്നെ വിശ്വസിക്കാലോ അല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ചേ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ മാറ്റി പറയില്ലല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. പറയരുതെന്നാ പറഞ്ഞേ എന്നവൾ പറയുമ്പോൾ പറയുന്നില്ല എന്നവനും പറയാണ്. അപ്പോൾ ആണെന്ന് ഉറപ്പിക്കാലോ എന്നവൾ പറയുമ്പോൾ എന്ത് എന്നവനും ചോദിക്കുന്നുണ്ട്. വേറെന്ത്, ലവ് എന്നവൾ പറയുമ്പോൾ അങ്ങനെ പറയാറായിട്ടില്ല എന്നവനും പറയാണ്. എങ്കിൽ ശരി ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞ് അവൾ വണ്ടി എടുക്കാൻ ഒരുങ്ങുമ്പോൾ അവൻ വണ്ടി തടഞ്ഞുകൊണ്ട് അയ്യോ പോകല്ലേ എന്നവളോടായി പറയുന്നുണ്ട്.
ഇപ്പോൾ പോകാൻ സമ്മതിക്കില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ അല്ല ഞാനും വരാം എന്നവൻ പറയുമ്പോൾ എന്തിന് എന്നവളും ചോദിക്കുന്നുണ്ട്. വീട് വരെ കൊണ്ടാക്കാൻ എന്നവൻ പറയുമ്പോൾ അയ്യടാ ഇന്നലെ ഇത്തിരി നേരം കൂടെ ഇരുന്നു എന്ന് കരുതി എന്നും നിന്റെ കൂടെ ബൈക്കിൽ വരുമെന്നാണോ കരുതിയേ എന്നവൾ ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഞാൻ ബൈക്കിൽ പുറകെ വരാം എന്നാ ഉദ്ദേശിച്ചേ എന്നവൻ പറയുമ്പോൾ ശരി എങ്കിൽ വാ എന്നവൾ പറയുമ്പോൾ ഞാൻ എന്നാ കടയടക്കട്ടെ എന്നും പറഞ്ഞ് അവൻ ഓടിച്ചെന്ന് കടയടക്കുന്നുണ്ട്. പിന്നീട് സ്കൂട്ടിയിൽ വീട്ടിലേക്ക് പോകുന്ന നീതുവിന്റെ പുറകെ തന്റെ ബൈക്കിൽ കൂടെ പോവുകയാണ് അവനും. ഇവൻ എന്നോട് തിരിച്ചിഷ്ടമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, ഇനി പിന്നെ എല്ലാം മാറ്റി പറയോ, ആ കാര്യം അവൻ തന്ത്രപൂർവ്വം മറച്ചു വെച്ചതാണെങ്കിലോ എന്നൊക്കെ നീതു ചിന്തിക്കുമ്പോഴേക്കും അവനും തന്റെ ബൈക്ക് എടുത്ത് മുന്നോട്ട് കയറി പോകുന്നുണ്ട്. അവൻ അവിടെ ബൈക്ക് നിർത്തുമ്പോഴേക്കും അവളും പുറകെ ചെന്ന് അവിടെ നിർത്തിക്കൊണ്ട് എന്താ ഇവിടെ നിർത്തിയേ എന്നവനോടായി ചോദിക്കുന്നുണ്ട്. നേരെ പോയ നിന്റെ വീടല്ലേ, ആരെങ്കിലും കണ്ട വെറുതെ പ്രശ്നമാവണ്ട, നീ പൊക്കോ എന്ന് പറയുമ്പോഴേക്കും അവളും അത് ശരിയെന്ന് സമ്മതിച്ച് പോകുന്നതിനിടയിൽ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി സൈറ്റ് അടിക്കുന്നുണ്ട്. അവനും പെട്ടെന്നൊന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ഒന്ന് ചിരിക്കാണ്. അതെനിക്കിഷ്ടായി എന്നും പറഞ്ഞുകൊണ്ട് അവനും ബൈക്ക് എടുത്ത് പോകുന്നുണ്ട്. അവിടെ നിധിയുടെ വീട്ടിൽ എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവ് സുധീഷിനോടായി സുധീഷ് എന്താ ഒന്നും കഴിക്കാതെ ഇങ്ങനെ വിലകിക്കൊണ്ടിരിക്കുന്നേ, എടുത്ത് കഴിക്ക് സുധീഷെ എന്ന് പറയുമ്പോൾ സുധീഷും അയാളെ നോക്കിയൊന്ന് ചിരിക്കാണ്. രാജീവ് ഹേമയോടായി ഹേമെ സുധീഷിന് വേണ്ടത് വിളമ്പിക്കൊടുക്ക് എന്ന് പറയുമ്പോൾ ഹേമയും കറി വിളമ്പാൻ ഒരുങ്ങുന്നുണ്ട്. നിധി അമ്മയെ തടഞ്ഞുകൊണ്ട് വേണ്ടമ്മേ സുധീഷിന് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളും എന്ന് പറയുന്നുണ്ട്. കഴിക്ക് ഇവിടുന്ന് പോകുമ്പോഴേക്കും 2 കിലോ എങ്കിലും കൂടണം, ഭാര്യ വീട്ടിൽ വന്നിട്ട് മെലിഞ്ഞു പോയെന്ന് പറയാൻ പാടില്ലല്ലോ എന്ന് രാജീവ് പറയുമ്പോൾ സുധീഷ് ഒന്ന് ചിരിക്കുന്നുണ്ട്. അവൻ അരുണിനെ നോക്കുമ്പോഴേക്കും അരുണും അവന് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അവൻ എന്തോ ആലോചിച്ച പോലെ ഈശ്വര ഇനി എന്നെ അറക്കാനാണോ ഇവരുടെ പ്ലാൻ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. നിധി അപ്പോഴേക്കും കറിയിൽ നിന്നും ഒരു പീസ് എടുത്ത് അവന് കൊടുക്കുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ അത് കഴിക്കുമ്പോഴേക്കും രാജീവും സുധീഷെ എത്ര വർഷമായി ഈ ഡ്രൈവർ പണി തുടങ്ങിയിട്ട് എന്നവനോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഒരു 5-6 വർഷമായി കാണും എന്നവൻ പറയുമ്പോൾ അപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നേരെ പോയി വളയം പിടിക്കാൻ തുടങ്ങിയിരിക്കുമല്ലേ എന്നയാൾ ചോദിക്കുന്നത് കേട്ട് അതെ, കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നേരെ പോയി ട്രാവൽസിൽ ചേരുകയായിരുന്നു എന്ന് സുധീഷും അയാളോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും അരുണും നിധിയോടായി നിധി സുധീഷ് ട്രാവൽസിൽ ജോലി ചെയ്യുന്ന കാര്യം നിനക്ക് നേരത്തെ അറിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നിധി എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും സാന്ദ്രയും ഒരു ചുമ അഭിനയിച്ചുകൊണ്ട് അവളോട് പറയരുതെന്ന് ആംഗ്യം കാണിക്കാണ്. നിധി പെട്ടെന്ന് എനിക്കറിയായിരുന്നു, സുധീഷ് എന്നോടെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി എത്ര കാലം ഇങ്ങനെ കഴിയാനാ പ്ലാൻ, മുകളിലോട്ടൊക്കെ ഒന്ന് കയറി വരണ്ടേ, വല്ല ബിസിനസ്സും ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ചൂടെ എന്ന് രാജീവ് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഐഡിയ വേണ്ടേ എന്ന് അരുണും പറയുന്നുണ്ട്. ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ മുടക്കാൻ കാശ് വേണ്ടേ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ബിസിനസ് ചെയ്യണം, വലിയ പണക്കാരനാകണം, ആളുകളുടെ മുന്നിൽ വലിയ പണക്കാരനാണെന്ന ഷോ ഓഫ് കാണിക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ പണമൊക്കെ ഒരു സമയമാകുമ്പോൾ തന്നെ ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ നിധി എന്ന് നിധിയോടായി ചോദിക്കുന്നുണ്ട്. നിധിയും ഒരു ചിരിയോടെ അതെ എന്ന് സമ്മതിക്കുന്നുണ്ട്. പറഞ്ഞതൊക്കെ ശരിയാ, ഒരു വിവാഹിതനെ പറ്റിയതല്ല, ബാച്ചിലേഴ്സിന് കൊള്ളാം. ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടിക്ക് മുൻപ് അനുഭവിച്ച സൗഭാഗ്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത ഭർത്താവിന് വേണ്ടേ. ഇങ്ങനൊരു വിവാഹമാകുമ്പോൾ പെട്ടെന്നൊന്നും പറ്റില്ലെന്നറിയാം, എന്നാലും പെട്ടെന്ന് പറ്റിയില്ലെങ്കിലും പതിയെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കണ്ടേ എന്ന് സുധീഷിനോടായി പറഞ്ഞുകൊണ്ട് ഞാനൊരു ഐഡിയ പറയാം. ഞങ്ങളുടെ എല്ലാ ബിസിനസ്സും കൂടി നടത്തിക്കൊണ്ടു പോവാൻ ഞാനും അരുണും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിലൊന്നോ 2 ബിസിനസ് സുധീഷിന് നടത്താലോ, ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം എന്ന് രാജീവ് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. അതെന്താ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ സുധീഷിന് വീടും നാടും ജോലിയൊന്നും ഉപേക്ഷിച്ച് വിട്ട് വരാൻ പറ്റില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷും പൊട്ടിക്കാളി, അല്ലെങ്കിലും നിന്റെ അച്ഛൻ ബിസിനസ് ഒന്നും തരാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ പേരും പറഞ്ഞ് എന്നെ ഒന്ന് പരിഹസിക്കാലോ എന്ന് കരുതിയിട്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ച് എന്നെ കൊടുക്കാലോ എന്ന് കരുതിയിട്ടുണ്ടാവും എന്നൊക്കെ സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നോക്കിയാലോ, സുധീഷ് നോക്കാമെന്നേറ്റാൽ 1-2 ബിസിനസ് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങിത്തരാം എന്ന് രാജീവ് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല, ഒന്നാമത് എനിക്ക് ഈ ബിസിനസ് ഒന്നും വലിയ പരിചയമില്ല, എനിക്കിതൊക്കെ മതിയേ എന്ന് സുധീഷ് പറയുമ്പോൾ അതിനിപ്പോൾ ഇതൊക്കെ എന്താ ഇത്ര അറിയാനുള്ളത്, നമ്മളും ഇതൊക്കെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ പഠിച്ചിട്ട് വന്നതാണോ, തെറ്റും തിരുത്തും വീണ്ടും തെറ്റും വീണ്ടും തിരുത്തും, അങ്ങനെയാണ് നമ്മളും ഇവിടെയൊക്കെ എത്തിയത് എന്ന് രാജീവും പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അല്ലേ നിധി എന്ന് നിധിയോടായി ചോദിക്കുന്നുണ്ട്. നിധി അതേ എന്ന് ഒരു ചിരിയോടെ സമ്മതിക്കാണ്. അപ്പോഴേക്കും രാജീവും സുധീഷ് ഒരു അഭിമാനിയാണെന്ന് തോന്നുന്നല്ലോ, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് തോന്നിയാൽ എന്നെ വിളിച്ചാൽ മതി, ഞാനുണ്ട് കൂടെ, കേട്ടല്ലോ എന്ന് രാജീവ് പറയുമ്പോൾ ശരിയെന്ന് സുധീഷും തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് ഹെഡോ പരട്ട മുതലാളി, മകളുടെ മുന്നിൽ എന്നോട് വലിയ സ്നേഹമാണെന്ന് കാണിക്കാനല്ലേ താൻ ഇതൊക്കെ പറയുന്നത്, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇത്രയും സ്നേഹമുള്ള അച്ഛൻ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് നിധിക്കും തോന്നണം, അതിനുവേണ്ടിയല്ലേ തൻ്റെ ഈ അഭിനയം. പക്ഷേ താൻ ഈ പ്ലാനൊക്കെ തയ്യാറാക്കുന്നത് സുധീഷിനെതിരെയാ, അത് മറക്കണ്ട കേട്ടാ
എന്ന് സുധീഷും മനസ്സിൽ കരുതുന്നുണ്ട്. പെട്ടെന്ന് എന്താ ആലോചിക്കുന്നേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് കഴിക്കേ എന്ന് രാജീവ് പറയുമ്പോൾ ശരിയെന്ന് സുധീഷും സമ്മതിക്കുകയാണ്. പിന്നീട് നിധിയുടെ റൂമിൽ നിധിയെ കാണാതെ എന്താ നിധി വരാത്തെ എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഒരു വീടാണോ? അമ്മായി അച്ഛനും അളിയനും ഒക്കെ ഒരേ അച്ചിൽ വാർത്തതുപോലെ അന്ന് ആ കാറിൽ വെച്ച് വെറുതെ അയാളോട് വെല്ലുവിളിച്ചു. ഒന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ ഈശ്വര, എങ്ങനെയെങ്കിലും ഒരു 4 ദിവസം കൂടെ ഇവരോടൊന്നും വഴക്കിടാതെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റണേ. എനിക്കതിനുള്ള ക്ഷമ തരണേ ദൈവമേ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് സുധീഷ് ചുമലിൽ തൂക്കിയിട്ട നിധിയുടെ ഫോട്ടോ കാണുന്നത്. എന്ത് മനോഹരമായ ചിരി! ഈ വീട്ടിൽ എനിക്കാകെയുള്ള ഒരാശ്വാസം നിന്റെ കൂടെ ഈ മുറിയിൽ കിടന്നുറങ്ങുന്നു എന്നുള്ളത് മാത്രം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പെട്ടെന്ന് അവൾ എന്താ വരാത്തെ എന്നാലോചിച്ചുകൊണ്ട് ഡോറിനടുത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെ ഹാളിൽ സോഫയിൽ എന്തോ സംസാരിച്ചിരിക്കുകയാണ് അരുണും രാജീവും ഹേമയും. അപ്പോഴേക്കും നിധി അതിലൂടെ നടന്നു പോകുന്നുണ്ട്. അരുൺ അച്ഛനെ വിളിച്ചുകൊണ്ട് അവളെ കാണിച്ചു കൊടുക്കുമ്പോൾ അച്ഛനും നിധി മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നുണ്ട്. അവൾ ഒരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്ന് എന്താ എല്ലാവരും കൂടെ എന്തോ ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് നിധി പറയുമ്പോൾ ഏയ് ഒന്നുമില്ല മോൾ ഇവിടെ ഇരിക്കേ എന്ന് അവളോടായി രാജീവും പറയുന്നുണ്ട്. അവൾ അച്ഛനടുത്ത് സോഫയിലിരിക്കുകയാണ്. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു എന്ന് ഹേമ പറയുമ്പോൾ ഒരു രാത്രി കൊണ്ട് തന്നെ നീ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അച്ഛന് മനസ്സിലായിന്ന്. നിനക്കവിടെ സന്തോഷമാണോ മോളെ എന്ന് അരുണും ചോദിക്കുന്നുണ്ട്. എന്താ അങ്ങനെ ചോദിച്ചേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അല്ല, ആ ജീവിതം നീ തന്നെ തിരഞ്ഞെടുത്തതാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങൾക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. നിനക്കവിടെ വിഷമമൊന്നുമില്ലല്ലോ മോളെ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ എനിക്കവിടെ സന്തോഷം തന്നെ അച്ഛാ. ഈ വീട്ടിലുള്ളത്ര സൗകര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരും എന്നോട് നല്ല രീതിയിലാണ് പെരുമാറുന്നേ. എന്നെ അവർ നന്നായിട്ടാണ് നോക്കുന്നേ. എന്നെ അവർ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള സപ്പോർട്ടും അവർ എനിക്ക് തരുന്നുണ്ട് എന്നൊക്കെ നിധി പറയുമ്പോൾ അപ്പോൾ നിന്നെ മനസ്സിലാക്കാതെ പോയത് ഞാനാണല്ലേ മോളെ എന്ന് രാജീവ് വിഷമത്തോടെ പറയുമ്പോഴേക്കും അച്ഛാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നവളും പറയുന്നുണ്ട്. ഞാൻ നിന്നെ മനസ്സിലാക്കണമായിരുന്നു. ആ സൂര്യ വിവാഹം കഴിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കരുതായിരുന്നു. അതിന് നിന്നെ നിർബന്ധിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്ന് നിൻ്റെ വാക്ക് കേട്ട് ആ വിവാഹം വേണ്ടാന്ന് ഞാൻ വെച്ചിരുന്നെങ്കിൽ ഇന്ന് നീ എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു അല്ലേ മോളെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ രാജീവേട്ട എന്തായത്, എല്ലാം കഴിഞ്ഞില്ലേ? നിധി തിരിച്ച് വീട്ടിലേക്ക് വന്നു, പിന്നെ എന്താ കുഴപ്പം എന്ന് ഹേമയും ചോദിക്കുന്നുണ്ട്. അതല്ല ഹേമേ, നല്ലൊരു അച്ഛനായല്ല ഞാൻ ഇവളോട് പെരുമാറിയിരുന്നത്. ഞാൻ ഇവളോട് നന്നായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഇവൾ സുധീഷിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയായിരുന്നു. അന്തസ്സും അഭിമാനവും നോക്കി വെറുതെ വാശി പിടിക്കാതെ ഇവളുടെ ഇഷ്ടം നോക്കി സുധീഷിന് ഇവളെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്കായിരുന്നു വാശി. എന്തിന് ഇവളുടെ സർട്ടിഫിക്കറ്റ് വരെ ഞാൻ നശിപ്പിച്ചില്ലേ? അതും നേടിക്കൊടുക്കാൻ സുധീഷല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സോറിടാ എന്ന് രാജീവ് പറയുമ്പോൾ എന്തിനാ അച്ഛാ ഇപ്പോൾ സോറി പറയുന്നേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നിൻ്റെ അച്ഛൻ ഒരുപാട് മാറിപ്പോയി മോളെ. നിധിയല്ല, ഞാനാണ് തെറ്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം നാട്ടുകാരെയൊക്കെ വിളിച്ച് ആഘോഷമായിട്ട് നടത്താതിരുന്നത് തെറ്റായിപ്പോയി എന്നാണ് അച്ഛനിപ്പോൾ പറയുന്നത്. അത് കേട്ട് നിധിയും ടെൻഷനോടെ കഴിഞ്ഞ ദിവസം സാന്ദ്ര അവളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. നിൻ്റെ കല്യാണം എങ്ങനെ കഴിഞ്ഞതെന്ന്, നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ലാന്നും അത് ശരിക്കുള്ള കല്യാണമല്ലെന്നും നിൻ്റെ സാഹചര്യം കൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു കല്യാണം നടന്നതെന്നും അത് കള്ള കല്യാണം ആയിരുന്നു എന്നും അച്ഛനോട് പറ. നിൻ്റെ കല്യാണം ശരിക്കുള്ള കല്യാണം അല്ല എന്ന് അച്ഛനറിയുമ്പോൾ അതിൻ്റെ പേരിൽ അച്ഛന് നിന്നോടുള്ള ദേഷ്യവും അതിൻ്റെ പേരിൽ അച്ഛനുണ്ടായ നാണക്കേടും ഒക്കെ പോവും എന്ന് സാന്ദ്ര പറയുന്നത് നിധി ഓർക്കുന്നുണ്ട്. അതൊക്കെ ഓർത്തുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞാലോ എന്ന് മനസ്സിലാലോചിക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങൾ